ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കൊല്ലവർഷം 1201 വർഷഫലമാണ്. മലയാള വർഷഫലം. അത് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും വളരെയധികം ശ്രദ്ധയും ക്ഷമയും ഒക്കെ ആവശ്യമുള്ള ഒരു വർഷമാണ്. പല വിധത്തിലുമുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും തൊഴിൽ മേന്മകളും ഒക്കെ വന്നു ചേരും. അവ ഏതൊക്കെയാണ് എന്ന് പ്രത്യേകം ഓരോന്നും വിശകലനം ചെയ്യാം. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് അവസരമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിവാഹ കാര്യത്തിലായാലും അതുപോലെ തന്നെ മറ്റ് സാമ്പത്തിക കാര്യത്തിലോ തൊഴിൽ കാര്യത്തിലോ ഇതര തടസ്സങ്ങളുള്ള കാര്യങ്ങൾക്കൊക്കെ വിവരങ്ങൾ അറിയുന്നതിനും പരിഹാരങ്ങൾ നിശ്ചയിക്കുന്നതുമാണ്. പുണർത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാര് ഈ വർഷം പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. അതുപോലെ തന്നെ ശ്രേയസ്സും യശസ്സും വന്നു ചേരും. ഏറ്റവും പ്രധാനമായിട്ട് ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഒക്കെ ഭാവം, അത് ആ ഭാവത്തിലേക്ക് പൂർണ്ണമായ ദൈവാധീനമുള്ളതിനാൽ വളരെയധികം വിജയങ്ങൾ, അതായത് സ്വപ്രയത്നം കൊണ്ട് സ്വന്തം തീരുമാനം വിജയിപ്പിക്കുക, അതുവഴി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. സ്വന്തമായിട്ട് ബിസിനസ്സുകൾ ചെയ്യുന്നവർ, ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്നവരായാലും, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും, മറ്റ് ഷെയർ മാർക്കറ്റിങ്, ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് പോലെയുള്ളവ, കൂടാതെ ഉൽപ്പാദിത മേഖലകളിൽ സ്വന്തമായിട്ട് സ്ഥാപനങ്ങളുള്ളവർ, സ്വന്തമായിട്ട് ഒരു ഹോട്ടൽ നടത്തുന്നവരോ, അങ്ങനെ അനവധിയായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നവർക്ക് പല വിധത്തിലുമുള്ള സാമ്പത്തിക നേട്ടങ്ങളും ബിസിനസ് വിപുലീകരിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു വർഷം. അതുവഴി സമൂഹത്തിൽ ഒരു സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ വന്നു ചേരുകയും ചെയ്യും. നല്ല സുഹൃത്തുക്കളെ കിട്ടും. സഹോദര സ്ഥാനീയരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് സഹായിക്കുന്നതിന് സാധിക്കുന്ന ഒരു വർഷവും കൂടിയാണ്. പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോൾ വളരെ ആലോചിച്ച് വേണം ചെയ്യുവാനായിട്ട്. പൊതുവെ ശാന്തമായിട്ട് മറ്റുള്ളവരെ നയവും കഴിവും ഒക്കെ ഉപയോഗിച്ച് ആത്മവിശ്വാസത്തോടുകൂടി കൂടെ നിർത്തുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. പുതിയ ഒരു ഗൃഹം വന്നു ചേരുന്നതിനോ പുതിയ വാഹനം വന്നു ചേരുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനുമൊക്കെ യോഗവും ഭാഗ്യവുമുള്ള ഒരു വർഷമാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കൾക്കൊക്കെ അനുകൂലമായിരിക്കുന്ന ഒരു വർഷമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങളും വന്നു ചേരും. പല വിധത്തിലും ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്കും കുറേ അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ്. കടങ്ങളൊക്കെ വീടുന്നതിനുള്ള യോഗമുണ്ട്. അതായത് നഷ്ടഭാവത്തിലേക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ നഷ്ടപ്പെട്ടു പോയ ധനം, അതായത് കൊടുത്തിട്ട് കിട്ടാതെയുള്ള ധനങ്ങൾ കിട്ടുക, അതുപോലെ തന്നെ വാങ്ങിച്ച് ചെലവഴിച്ച രൂപ തിരിച്ചു കൊടുക്കുവാനുള്ള സന്മനസ്സോടുകൂടി തിരിച്ചു കൊടുക്കുവാൻ ധനം ഉണ്ടാകുന്നതിന് യോഗമുണ്ട്. തൊഴിൽ ചെയ്തും അതുപോലെ തന്നെ മറ്റ് ഇതര മാർഗങ്ങളിലൂടെയും വേറെ പല മാർഗങ്ങളിലൂടെയും ധന ആഗമന യോഗം ഉണ്ടാകുവാൻ യോഗമുണ്ട്. പ്രത്യേകിച്ച് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും അതുപോലെ തന്നെ പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ വന്നു ചേരുകയോ ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനും ദീർഘദൂര യാത്ര ചെയ്യുന്നതിനുമൊക്കെ സാധിക്കും. തൊഴിൽ രംഗത്ത് വിവിധങ്ങളായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർ, IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കായാലും മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കായാലും അഭിവൃദ്ധികൾ വന്നു ചേരും. കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും വളരെ അഭിവൃദ്ധികൾ സൂചകമാണ്. കലാകാരന്മാരായിരിക്കുന്നവർക്ക് പുതിയ
നല്ല സുഹൃത്തുക്കളെ ലഭിക്കുക വഴി അതുമൂലം നല്ല പുരോഗതിയും പ്രസിദ്ധിയും വന്നു ചേരുവാൻ യോഗമുണ്ട്. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും സാധിക്കുന്ന ഒരു കാലം. ദീർഘനാളുകളായിട്ട് ഒരു സന്താന ഭാഗ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് സന്താന യോഗം ഉള്ള ഒരു സമയമാണ്. സർക്കാർ ജീവനക്കാരായാലും മറ്റ് ഗവൺമെൻറ് വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമാണ്. ചില നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ കരാർ ഉടമ്പടികളിൽ ഒപ്പുവെക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കൊള്ളുകേലാത്ത ആൾക്കാരെ സുഹൃത്തുക്കളാക്കുകയോ പണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതുമൊക്കെ ജാഗ്രത ആവശ്യമാണ്. മത്സരബുദ്ധിയോടുകൂടി പ്രവർത്തിച്ച് വിജയിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. പുതിയ പുതിയ നല്ല അവസരങ്ങൾ വന്നു ചേരും. എന്നിരുന്നാലും ചില വ്യക്തികളെയെങ്കിലും സംബന്ധിക്കുന്നിടത്തോളം അലച്ചിൽ പല രീതിയിലും വന്നു ചേരുവാൻ സൂചനയുണ്ട്. തൊഴിൽപരമായിട്ടും അല്ലാതെയും പലതരത്തിലും മാനസികമായും ശാരീരികമായും കഷ്ടതകളും അലച്ചിലുകളും വന്നു ചേരുക. സ്വത്ത് സമ്പാദിക്കുന്നതിന് സൂചനയുണ്ട്. ഭൂമി വന്നു ചേരുന്നതിനോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ വന്നു ചേരുന്നതിനും വളരെയധികം അനുകൂലമായിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഏതെങ്കിലും തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു ഘട്ടമായാലും അതുപോലെയുള്ള അധികാരികൾ ബന്ധപ്പെട്ട് ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുവാൻ സാധിക്കുന്ന നല്ല ഒരു വർഷമാണ്. ശത്രുക്കളോട് എപ്പോഴും ഒരു കരുതൽ ആവശ്യമാണ്. എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ശത്രുക്കൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. അത് തീർത്തിട്ടൊരു കാര്യവും ചെയ്യാൻ പറ്റുകയില്ല. ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യത്തിൽ ഉത്തരവാദിത്വത്തോടും അതുപോലെ തന്നെ മനസ്സിൻ്റെ ആത്മവിശ്വാസത്തോടു കൂടിയും പ്രവർത്തിച്ച് വിജയിക്കുവാൻ പറ്റും. ബിസിനസ് രംഗത്തായാലും കലാരംഗത്തായാലും മറ്റ് തൊഴിൽ രംഗങ്ങളിലും കുടുംബത്ത് സമാധാനം നിലനിർത്തുവാനും സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതിനും അവസരങ്ങൾ വന്നു ചേരും. അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും നല്ല അവസരങ്ങൾ വന്നു ചേരും. ഏറ്റവും പ്രധാനമായിട്ട് ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.